ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ജിസ്മി സെയ്ദ് ഷഹീർ ഫ്രം പാപ്പ്. അപ്പോൾ ഏതായാലും എല്ലാവരും ഇങ്ങനെ കട്ടക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലായി. ഓരോ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് എവിടെയാണ്, എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്, ഏതൊക്കെ കോഴ്സാണുള്ളതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെ പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസിലെ അടുത്ത വീഡിയോ ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട്. എല്ലാവരുടെയും ഒരു ഫസ്റ്റ് പ്രിഫറൻസിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ പിള്ളേർക്കൊക്കെ നോർത്തിലേക്കൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി ഒരു ദൂരെ നല്ല കുറച്ചും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവണം. പക്ഷേ നമ്മളെ പാരൻസിനൊക്കെ അധികം ദൂരമൊന്നും പോയി പഠിക്കണ്ട, ഇവിടെ അടുത്തൊക്കെ എവിടെയെങ്കിലും മതി. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സും അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകളും സീറ്റ് ഇൻടേക്കും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. PG അപ്ഡേറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് അടിച്ചാൽ തന്നെ ഇതേപോലെ ഒരു വെബ്സൈറ്റ് വരും. നല്ല തുടങ്ങുന്ന പേജിൽ തന്നെ നല്ല വൈബ് ഫോട്ടോസൊക്കെ ഉണ്ട്. പോണ്ടിച്ചേരിൻ്റെ പോണ്ടിച്ചേരി പഠിച്ച ആൾക്കാരൊക്കെ എപ്പോഴും ആ ഒരു വൈബ് പോണ്ടിച്ചേരിയുടെ വൈബ് ഇഷ്ടപ്പെടുന്നതും അതിങ്ങനെ വാതോരാതെ പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോണ്ടിച്ചേരി പഠിച്ച ആഷിക ഖാനത്തിൻ്റെയൊക്കെ പുസ്തകം തന്നെ ഉണ്ട്, പുതുച്ചേരിയുടെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട്. അതായത് എപ്പോഴും പോണ്ടിച്ചേരിക്കാരുടെ ഒക്കെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും ഒക്കെ ഉണ്ടാവും. നമ്മളെ പിള്ളേർ ഒരുപാട് പേരുണ്ടല്ലോ അവിടെ. അപ്പോൾ ആ മിസ്സിങ് PU ഡേയ്സ്, പോണ്ടി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കൂ. അപ്പോൾ ഏതായാലും ഇതാണ് പോണ്ടിച്ചേരിയുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ക്ലിക്ക് ചെയ്താൽ അഡ്മിഷൻ 2025-2026 എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് പോവുകയും അവിടെ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് പോവുക. ഇവിടെ നോക്കൂ, അപ്ലൈ ഓൺലൈൻ ഉണ്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ജനറൽ ഇൻസ്ട്രക്ഷൻസും നമ്മളെ ബ്രോഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യഘട്ടത്തിൽ നമ്മളെ ബ്രോഷറിലേക്ക് ഒന്ന് പോകാം. അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻസിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ CUT PGയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ PGയുടെ സ്കോർ കാർഡും അപ്ലിക്കേഷൻ നമ്പറും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് സെയിം സ്കോർ വന്നിട്ട് കട്ടൊക്കെ നിന്നാൽ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ സെലക്ഷൻ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, സെക്കൻഡ് ക്രൈറ്റീരിയ 10th ആയിരിക്കും, മൂന്നാമത്തെ ക്രൈറ്റീരിയ ഏജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് സെയിം മാർക്കിൽ സ്കോർ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കൂ, അപ്ലിക്കേഷൻ ഫീ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. OBC അൺറിസർവ്ഡ് EWS കാറ്റഗറിക്ക് 250 rupees ആണ്. പിന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് MBAയും MSWയും സൈക്കോളജിയും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ കോഴ്സ് ഉണ്ടെങ്കിൽ 100 rupees ആണ് അഡീഷണൽ കോഴ്സുകൾക്ക് ആവശ്യം. SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 150 rupees ആണ് വരുന്നത്. അത് അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50 rupees ആണ്. അതുപോലെ തന്നെ നിങ്ങൾ PWD ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എലിജിബിലിറ്റി ഉണ്ടാവും. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ, എത്ര % ആണ് ഓരോ കോഴ്സിനും എന്നുള്ളത്. അപ്പോൾ അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 55% ആയിരിക്കും എന്നുള്ള ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു കോഴ്സിന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതായിരിക്കും എന്നുള്ളതും. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ഡിഗ്രിയുടെ ക്വാളിഫയിങ് പെർസെൻറ്റേജ് വിഷയമല്ല, നിങ്ങൾ പാസ്സായാൽ മതി എന്നുള്ളതാണ് ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റത്തത്. ഇത് നോക്കൂ. ഇനി കുറേ കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതാണ്, ഞങ്ങൾ April 1 മുമ്പുള്ളതാണ് OBC ഉള്ളത്, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഉള്ളത്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ നല്ല ചുവന്ന കളറിൽ തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ആ ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതുക, അതായത് ഹിയർ ബൈ ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്, അതുകൊണ്ട് ഐ വിൽ സബ്മിറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ദ ഒറിജിനൽ ഓർ വാലിഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമ്മളെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ട് നല്ല വൃത്തിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു സൈനും ചെയ്ത് ഡേറ്റ് വിട്ടിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അതൊരു പ്ലെയിൻ പേപ്പറിൽ എന്ന് വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. പിന്നെ
അവർ രണ്ടാമത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു കുഡ് നോട്ട് അപ്ലോഡ് ദ റിക്വയർഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫോം ഷാൽ സ്പെസിഫൈ ദ കറന്റ് ഡേറ്റ് അഗെയിൻസ്റ്റ് ദ ഇഷ്യൂയിങ് ഡേറ്റ്. മനസ്സിലായോ? അതായത് അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറന്റ് ഡേറ്റ് എന്ത് ചെയ്യുക, അഗെയിൻസ്റ്റ് ദ ഇഷ്യൂയിങ് ഡേറ്റിൻ്റെ അവിടെ കറന്റ് ഇതും, അതുപോലെ തന്നെ അപ്ലോഡ് സെൽഫ് എന്താണ് ആ ഒരു ഇതിലുള്ള സ്ഥലത്ത് സെൽഫ് ഡിക്ലറേഷൻ, സെൽഫ് അണ്ടർടേക്കിംഗ് ഫോം ഇതും എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രൊഡ്യൂസ് എ വാലിഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആസ് പെർ ഗവൺമെൻറ് നോംസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ ടൈമിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വേണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾ മറ്റു യൂണിവേഴ്സിറ്റികൾക്കും എന്നാണ് തോന്നുന്നത്. സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അണ്ടർടേക്കിംഗ് ഫോം കൊടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട എന്താണ് ഒരു ബിഫോർ കാര്യങ്ങൾ പറയേണ്ടത്. ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, എന്നാണ് മാഷ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ഇത് എപ്പം വരെ കൊടുക്കുക? കാരണം നമ്മൾ അന്നാണല്ലോ ഇറങ്ങുക. അപ്പോൾ ഇതാ 13-ാം തീയതി ജൂൺ 13-നാണ് ലാസ്റ്റ് ഡേറ്റ്. മക്കളെ അതിന് നിൽക്കരുത് കേട്ടോ, നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റും കാത്തുനിന്ന് നിൽക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്, അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അന്ന് വരും. എല്ലാം അത് വെബ്സൈറ്റ് കിട്ടണില്ലല്ലോ, അപ്ലോഡ് ആണല്ലോ, എൻ്റെ പൈസ പോയി കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, അതിന് വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പോൾ ഏതായാലും പ്രാഥമികമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് 250 റുപ്പീസ് മാത്രമാണ് എന്തിന് നമുക്ക് ആപ്ലിക്കേഷന് വരുന്നത്. SC/ST ആണെന്നുണ്ടെങ്കിൽ 150. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, പോണ്ടി പഠിച്ച ആളുകൾക്കൊക്കെ രണ്ട് രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ. ഒന്ന് ഭയങ്കര പോണ്ടിയോട് ഒരു ആൻറ്റി പോണ്ടി മനോഭാവം ഉണ്ടായ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഐ ഡോണ്ട് നോ, പല പേഴ്സണൽ റീസൺസും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ആ പോണ്ടി വൈബിനെ എന്താണ്, ആ ഒരു എയ്സ്തെറ്റിക് വൈബിന് ഇങ്ങനെ വീണ്ടും വീണ്ടും നൊസ്റ്റാൾജി അടിക്കുന്ന ആളുകളെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പെപ്പിലുള്ള സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് എന്ത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്തിച്ചേരാൻ സുഖമാണ്. ട്രെയിൻ മാർഗ്ഗമാണെന്നുണ്ടെങ്കിലും ബസ് മാർഗ്ഗമാണെന്നുണ്ടെങ്കിലും ഒക്കെ എത്തിച്ചേരാൻ പറ്റും. പിന്നെ എന്താണ്, അത്യാവശ്യം ബീച്ച് വൈബും ഓരോവില്ലയും ഒക്കെ ഉള്ള ഒരു പൊളി സ്ഥലമാണ് ഏതായാലും. അപ്പോൾ ഏതായാലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട കോഴ്സുകൾ നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് PG കോഴ്സുകൾ ഉള്ളതെന്നുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ VC. ഓക്കെ, പ്രധാനപ്പെട്ട കോഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കോഴ്സുകളെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുന്നു വിചാരിക്കുന്നു. എന്നാൽ പോലും നമ്മൾക്ക് പോപ്പുലർ ആയിട്ടുള്ള ചില കോഴ്സുകൾ മാത്രം നോക്കാം. MA പ്രോഗ്രാമിൽ MA ആന്ത്രപ്പോളജി, ഓക്കെ, MA ആന്ത്രപ്പോളജി, MA എക്കണോമിക്സ്, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, പിന്നെ മറ്റു ചില ലാംഗ്വേജ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് നോക്കുന്ന കുട്ടികൾ LAQP 01 ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും നേരെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, ഇൻടേക്കും ഉണ്ട്. അത്യാവശ്യം സീറ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം നോക്കൂ, MA ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ 125 ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ ഒരു നല്ല റാങ്ക് തന്നെ. ഇപ്പം കുറച്ച് നിങ്ങളൊരു കാഴ്ചപ്പാടിലെ സ്കോർ കുറവാണെങ്കിൽ പോലും ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ എന്തായാലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. MA ഹിന്ദി ഉണ്ട്, MA ഹിസ്റ്ററി ഉണ്ട്. നോക്കൂ, ഹിസ്റ്ററിയിലൊക്കെ 60 സീറ്റ് ഉണ്ട് മക്കളെ. PGക്കൊന്നും പൊതുവെ അത്ര സീറ്റുകൾ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല സീറ്റുകളുണ്ട്. MA ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. മാസ് കമ്മ്യൂണിക്കേഷനിൽ വീണ്ടും എഗെയിൻ എന്തുണ്ട്, 60 സീറ്റ് ഉണ്ട്. ഫിലോസഫി, പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ സയൻസിൽ 50 സീറ്റുകൾ. MA സംസ്കൃത്. നോക്കൂ, നിങ്ങൾ ഓരോ കോഴ്സുകൾ നോക്കാം. MA സോഷ്യോളജിയിൽ നമുക്ക് 50 സീറ്റുകളുണ്ട്. HUQP 22 ആണ് എഴുതേണ്ടത്. സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്, MA തമിഴ്, MA വിമൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ അപ്ലൈഡ് ജിയോളജി. നോക്കൂ, നമ്മളെ സൈക്കോളജിയുടെ കാര്യം പറയുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. MA അപ്ലൈഡ് സൈക്കോളജിയിൽ നമുക്ക് 65 സീറ്റാണുള്ളത്. ചില വർഷങ്ങളിലൊക്കെ അവർ നോട്ടിഫൈ ചെയ്തതിനേക്കാൾ സീറ്റുകൾ കൂട്ടാറുണ്ട് കേട്ടോ. അഡ്മിഷൻ സമയത്തൊക്കെ ചില സമയത്തൊക്കെ 74 സീറ്റിൻ്റെ അടുത്തൊക്കെ വരെ പോയിട്ടുണ്ട്. ഏതായാലും ഇപ്രാവശ്യം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് 65 സീറ്റ് എന്നുള്ളതാണ്. BA BSc ഹോണേഴ്സ് 3 years കോഴ്സ് ഇൻ സൈക്കോളജി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ആൻഡ് ഇൻ അഗ്രിഗേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് സൈക്കോളജി ആസ് വൺ ഓഫ് ദ മേജർ. അതായത് 3 വർഷം സൈക്കോളജി പേപ്പർ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, MSc അപ്ലൈഡ് സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. HUQP 20 ആണ് കോഡ് വരുന്നത്. അത് കൂടുതൽ പറയാൻ കാരണം ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും സൈക്കോളജി സ്റ്റുഡൻസ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. MSc ജിയോ ഫിസിക്സ് ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്, ബയോ ഇൻഫർമാറ്റിക്സ് ഉണ്ട്. MSc കെമിസ്ട്രി നോക്കൂ, 60 സീറ്റ് ഉണ്ട് മക്കളെ. 60 സീറ്റ്സ് ആർ ദെയർ. ഓക്കെ, പിന്നെ
ചില കോഴ്സുകൾ സ്പെസിഫിക്കലി ഇപ്പോൾ പോണ്ടിച്ചേരി ക്യാമ്പസിലും അതുപോലെ തന്നെ കരൈക്കൽ ക്യാമ്പസിലും പോർട്ട് ബെയർ ക്യാമ്പസിലൊക്കെ ഉള്ളത് സ്പെസിഫിക്കലി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് കരൈക്കൽ ക്യാമ്പസിലുണ്ട്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോർട്ട് ബ്ലെയറിൽ, നിങ്ങൾ ആൻഡമാൻ നിക്കോബാറിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോർട്ട് ബ്ലെയർ ക്യാമ്പസിലുണ്ട്. MSc എക്കോളജി ഉണ്ട്, MSc എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, നോക്കൂ MSc ഇലക്ട്രോണിക് മീഡിയ, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെ ഇഷ്ടം പോലെ കോഴ്സുകൾ എന്തുണ്ട് നമുക്കിവിടെ ഉണ്ട്. MSc മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, അതുപോലെ തന്നെ MSc ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പിന്നെ ഒരുപാട് MTech കോഴ്സുകളാണ്. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ MTech നോക്കുന്നവരുണ്ടാവും, എന്നാൽ പോലും MTechൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുണ്ട്. എല്ലാത്തിലും ഏകദേശം 10, 15, 16 സീറ്റുകളാണ് ഉള്ളത്. നോക്കൂ, ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ ഒരുപാട് പേര് നോക്കുന്ന കോഴ്സായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഒരുപാട് കുട്ടികൾ നോക്കുന്ന കോഴ്സായിരിക്കും അത്. അതുപോലെ തന്നെ MBA യിലാണ് നിങ്ങൾ MBA കോഴ്സ്, ഇപ്പം പോണ്ടിച്ചേരി ഒരുപാട് പേര് അപ്ലൈ ചെയ്യുകയും പഠിക്കുകയും ചെയ്തൊരു ക്യാമ്പസാണ്. MBAയിൽ ഡിഫറൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് സീറ്റുകളുണ്ട്, ഒരുപാട് സീറ്റുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് എന്ത്, എസ്പെഷ്യലി MBA കേട്ടോ. MBAയുടെ ഫീസ് സ്ട്രക്ചറൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കോഴ്സുകളുടെയൊക്കെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം, ഇനി അതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ നോക്കൂ, MBAയിൽ ബാങ്കിങ് ടെക്നോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഓരോ ക്യാമ്പസുകളിലുള്ള സീറ്റുകളൊക്കെ പറയുന്നുണ്ട്. MBA ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്. നോക്കൂ, BCom, BBA, BSc, ഏത് പഠിച്ച ആളുകൾക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ MBA ഡാറ്റ അനലിറ്റിക്സ് പുതിയ കാലത്തെ എന്താണ് നീഡ്ഫുൾ ആയിട്ട് ചോദിക്കുന്ന ഒരു കോഴ്സാണ്. MBA ഫിനാൻഷ്യൽ ടെക്നോളജി, ഇൻഷുറൻസ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. MBAയിൽ ഇഷ്ടം പോലെ സീറ്റുകളും ഇഷ്ടം പോലെ എന്താണ് സ്പെഷ്യലൈസേഷൻസും ഉണ്ട്. പിന്നെ MCom ഉണ്ട്. MComൽ തന്നെ 2 സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ബിസിനസ് ഫിനാൻസും ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനും 2 ക്യാമ്പസുകളിലായിട്ട് കേട്ടോ. പോണ്ടിച്ചേരി കരൈക്കൽ ക്യാമ്പസുകളായിട്ടുണ്ട്. M.Edഉം MCAയും ഒക്കെ ഉണ്ട്. MCA എന്താണ് BCA ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നൊരു കോഴ്സാണ്. അങ്ങനെ ഏതായാലും നിരവധി കോഴ്സുകളുമായിട്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നമ്മളെ കാത്തു നിൽക്കുന്നത്. ഓക്കെ, MSWന് 65 സീറ്റാണുള്ളത് കേട്ടോ, 65 സീറ്റ്. HUQP 21 ആണ് ചോദിക്കുന്നത്, 50% മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ MSWനും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോവാം. ഓക്കെ, പിന്നെ എന്താണ് സെൽഫ് ഫിനാൻസ് മോഡൽ അത്യാവശ്യം കോഴ്സുകളുണ്ട്. വീണ്ടും MBA തന്നെയാണ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഒക്കെയാണുള്ളത്. പിന്നെ PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. SCQP 10 എഴുതിയ ആളുകൾക്കാണ് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡിസേബിലിറ്റി റീഹാബിലിറ്റേഷൻ മാനേജ്മെൻറ്റ്. COQP 11 എഴുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഡിസേബിലിറ്റി റീഹാബിലിറ്റേഷൻ മാനേജ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ PG ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇനി നമുക്ക് ഫീസ് സ്ട്രക്ചറിലേക്ക് പോകാം അല്ലേ. ഫീസ് സ്ട്രക്ചറിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് MA പ്രോഗ്രാമുകളുടെ, അതിൽ MA എക്കണോമിക്സ് ഒഴികെയുള്ള മറ്റ് കോഴ്സുകളുടെയൊക്കെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെമസ്റ്ററിന്, ഫസ്റ്റ് സെമസ്റ്ററിന് നമുക്ക് 19,042 രൂപയാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ 1,700. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു 20,000 റൗണ്ട് ആണ്, അറൗണ്ട് 20,000 കുറച്ച് 21,000 അടുത്താണ് എന്തിൽ വരുന്നത്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഒരു 21-22 അടുത്താണ് വരുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും അത് കുറയുന്നുണ്ട്. തേർഡ് സെമ്മിൽ 9,700, അതുപോലെ തന്നെ എന്താണ് 4th സെമ്മിൽ വെറും 1,700 ഉള്ളൂ. അപ്പം വീണ്ടും എന്ത് ചെയ്തു, ഒരു 10,000, 11,000, 12,000 രൂപയിലേക്ക് ഒരു ഇയറിലെ ഫീസ് പോകുന്നുണ്ട്. അപ്പോൾ 21,000 അടുത്ത് ഫീസാണ് MA പ്രോഗ്രാമുകൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 1 ഇയറിലേക്ക് വരുന്നത്. എന്നാൽ അടുത്തത് നമുക്ക് നോക്കാം MSc പ്രോഗ്രാമുകളിലേക്കൊക്കെ ഉള്ള ഇത് നോക്കാം, അല്ലെങ്കിൽ MCom, M.Ed, അതുപോലെ തന്നെ MSW പ്രോഗ്രാമുകളിലേക്കൊക്കെ ഉള്ള കോഴ്സ് ഫീസാണ് അടുത്ത് പറയുന്നത്. PG ഫീസ് വരുന്നത് 20,542 ഫസ്റ്റ് ഇയറിലും ഫസ്റ്റ് ഇയറിലേക്ക് 3,200. അപ്പോൾ ഏകദേശം 24,000 രൂപയുടെ അടുത്താണ് അതർ MCom, MSW കോഴ്സുകൾക്കൊക്കെ വരുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് 11,200, 3,200 വരുന്നത്. അപ്പോൾ ഒരു 13,000-14,000 രൂപയാണ് വരുന്നത്. ഇനി നോക്കൂ, MSc പ്രോഗ്രാം അല്ലേ, കൂടുതൽ ആളുകൾ നോക്കുന്നതായിരിക്കും. MSc പ്രോഗ്രാമുകൾക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 1 ഇയറിലേക്ക് വരുന്നത് 23,042 രൂപ തന്നെയാണ്, 3,200 രൂപ സെക്കൻഡ് സെമ്മിൽ. അപ്പോൾ അതായത്
ഒരു 26,000 അടുത്ത് 26,500 രൂപയുടെ ഒക്കെ അടുത്ത് മാത്രമാണ് ഒരു 1 ഇയറിലേക്കുള്ള കോഴ്സ് വരുന്നത്. അപ്പോൾ നോക്കൂ, വളരെ വലിയൊരു ഫീസല്ല, എന്നാൽ പോലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി എന്ന് പറയാം. ആസ് കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ എന്താണ് 16,000 രൂപയാണ് ഏകദേശം സെക്കൻഡ് ഇയറിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഫീസ് സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതർ എന്താണ് MSc MTech പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ കുറച്ചും കൂടി ഫീസ് കൂടുന്നുണ്ട്. MCAക്ക് കുറച്ചും കൂടി 34,000 രൂപയുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ. LLMൻ്റെ ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് 25,000. അതുപോലെ തന്നെ എല്ലാ MBA പ്രോഗ്രാമിൻ്റെയും ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. MBA പ്രോഗ്രാമിൽ 66,000 ആണ്, 66,742 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്ററിൽ 8,000 രൂപ, അതായത് 74 രൂപ, ഒരു അറൗണ്ട് ഒരു 75,000 ആണ് 1 ഇയറിലേക്ക് MBA പ്രോഗ്രാമുകൾക്കാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് പ്രൈവറ്റ് കോളേജുകളിലൊക്കെ എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ആളുകൾ MBA ചെയ്യാറ്. ഇത് ജസ്റ്റ് ഒരു 75,000-ന് നമുക്ക് എന്തുണ്ട് 1 ഇയർ ഫീസ് നമുക്ക് അടക്കാൻ പറ്റും MBA. ഓക്കെ, സെൽഫ് ഫിനാൻസിങ്ങിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു 1.25 ലക്ഷത്തിൻ്റെ അടുത്ത് എന്ത് വരുന്നുണ്ട് MBAയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഫീസ് സ്ട്രക്ചർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില ഗൈഡ് ലൈൻസുകൾ നോക്കാം. ഗൈഡ് ലൈൻസിൽ ഒരു മെയിൻ ഇത് നോക്കേണ്ടത്, ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്യും എന്നുള്ളത്. 54.99 ആണെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്യില്ല, 55 ആക്കില്ല, അത് അതായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പാസ്സായാൽ മതി. നിങ്ങൾ പേഴ്സൻറ്റേജിൽ എന്ത് ചെയ്യേണ്ടതില്ല, കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം ഫീസ് സ്ട്രക്ചറും ഓരോ കോഴ്സുകളുടെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും അതുപോലെ തന്നെ സീറ്റ് ഇൻടേക്കുകളൊക്കെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേജിൽ കാണും. ആസ് യൂഷ്വൽ നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ പറഞ്ഞതുപോലെയുള്ള സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. ഇതിലെന്തുണ്ട്, കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് ഫീസും അതുപോലെ തന്നെ എലിജിബിലിറ്റി സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജൂൺ 13 വരുന്നത്. ഇതാ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക. നിങ്ങൾ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പാസ്വേഡ്, ലോഗിൻ ID ഡീറ്റെയിൽസ് ഒന്ന് മൊബൈലിലോ ഇമെയിൽ IDയിലേക്കൊക്കെ ഒന്ന് അയച്ചിട്ട് കേട്ടോ, അത് ആവശ്യം വരും. പിന്നെ ഫോർഗറ്റൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും എന്താണ് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ CUT ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇതും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എഗെയിൻ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, അതിനുശേഷം കോഴ്സ് ചൂസ് ചെയ്യാം, അതിനുശേഷം എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് നമുക്ക് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ജൂൺ 13 ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അറൗണ്ട് ഒരു ജൂൺ 20 ആവാൻ സാധ്യതയുണ്ട്. 20-ന് ശേഷമൊക്കെ ആയിരിക്കും ഫസ്റ്റ് ലിസ്റ്റ് ഇടുക. ആ ഫസ്റ്റ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യത്തെ റാങ്കിലുള്ളവർ, അവർക്ക് ആപ്ലിക്കേഷൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് പറയും. ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ആ ഡേറ്റിന് ഉള്ളിൽ ഫസ്റ്റ് ലിസ്റ്റിലുള്ള ആളുകൾ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവർ സെക്കൻഡ് ലിസ്റ്റ് ഇടും, അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും, അതിനുശേഷം തേർഡ് ലിസ്റ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരു 3-4 ലിസ്റ്റ് ഇട്ടതിന് ശേഷം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷൻ വിളിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കുകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ആളുകൾ പോലും പോയാൽ സാധ്യതയുണ്ട്, ഉറപ്പ് ഞാൻ പറയുന്നില്ല, പക്ഷേ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കും 175 കിട്ടിയാൽ കിട്ടുമോ, 165 കിട്ടിയാൽ കിട്ടുമോ എന്നുള്ളത്. ഓരോ കോഴ്സിൻ്റെയും അനുസരിച്ചിട്ടാണ് അത് മാറുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ഒരു 230+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്താണ്, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ട് അതെല്ലാ വർഷവും മാറും. അപ്പോൾ നമുക്കൊരു ലാസ്റ്റ് ഇയറിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഏതായാലും നിങ്ങൾ നല്ല എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്, സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നോക്കൂ, ഈ ഒരു പിക്ചറിൽ തന്നെ ഇത് ഒരു വെബ്സൈറ്റിലിട്ട ഫോട്ടോ ആണ്. നിങ്ങൾ നേരിട്ട് പോയി കണ്ടാൽ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാഫല്യമാവട്ടെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടട്ടെ. നല്ല രീതിയിൽ പഠിച്ച് നല്ല പൗരന്മാരായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ